5 വർഷത്തിന് മുമ്പ് ഇനി രാത്രിയൊക്കെ നമുക്ക് കിടക്കുമ്പോഴത്തേക്ക് കൈ ഭയങ്കര മരവല്. ആ മരവല് കാരണം നമ്മൾ രാത്രി എഴുന്നേറ്റ് പോകും. അത്രയും നമുക്ക് മരവലും വേദനയായിരുന്നു. എൻ്റെ റൈറ്റ് ഹാൻഡിനായിരുന്നു പ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ നമുക്കൊരു പാത്രം പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. പാത്രമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൈ വല്ലാതെ നമുക്ക് വേദനിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പല അലോപ്പതി ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രം ആണ്. അതിന് കുറെ നമ്മൾ മരുന്ന് കഴിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ അൾട്ടിമേറ്റ് അത് അവർ പറഞ്ഞത് സർജറിയാണ്. പക്ഷെ സർജറിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു സിദ്ധ ഡോക്ടറുമായിട്ടൊരു പരിചയം വന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ സയോട്ടിക് നെർവ് കംപ്ലൈന്റ് മൂലമുള്ള നടുവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം തോന്നിയത് കാരണം നമുക്ക് അതുകൂടെ ഒന്ന് പരീക്ഷിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. ഡോക്ടറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത്. ആ 10 ദിവസം നമ്മൾ കൈ ഒന്ന് കെട്ടിവെച്ച് പിന്നെ ഒരു മരുന്ന് അതിന് പുറമേ പുരട്ടാനായിട്ട് തന്ന് 10 ദിവസം ഒന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 10 ദിവസം നമ്മൾ ഒന്നും ചെയ്യാതെ ആ കൈ അനക്കാതെ ആ കെട്ടഴിക്കാതെ തന്നെ നമ്മൾ അത് അതേപോലെ വെച്ച് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതനുസരിച്ച്. പക്ഷെ അതിനുശേഷം എനിക്ക് ആ കയ്യിൽ ഒരു മരവിപ്പോ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 5 വർഷങ്ങൾക്ക് ശേഷം ചെറുതായിട്ട് വീണ്ടും ഒരു മരവിപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ വീണ്ടും ഒരു ട്രീറ്റ്മെന്റ്, അന്നത്തെ ട്രീറ്റ്മെന്റ് അല്ല പുതിയതായിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ ഞങ്ങൾക്ക് എടുത്തത്. പക്ഷെ അതിനുശേഷം